ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ 18ാമത്തെ ചാപ്റ്റർ സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള ഭാഗമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സർവീസ് കോസ്റ്റിംഗ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് എന്താണ് കോസ്റ്റിംഗ്, ഡിഫറെൻറ്റ് കോസ്റ്റിംഗ് മെത്തേഡുകളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റ് മാനുഫാക്ചറിങ് കോസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് ഒരു പ്രൊഡക്റ്റ്, റോ മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറും ഓവർഹെഡ് ഉപയോഗിച്ചുകൊണ്ട്, അതായത് കൺവേർഷൻ കോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയാം. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കോസ്റ്റിംഗ് കംപ്ലീറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിങ്ങിൻ്റെ കോസ്റ്റാണ്. എന്നാൽ ചില ഇൻഡസ്ട്രീസ്, ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രി ആണെങ്കിലും നമുക്ക് നമ്മളെ കോസ്റ്റ് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ സർവീസ് ഇൻഡസ്ട്രീൻ്റെ കോസ്റ്റിനെ എസ്റ്റിമേഷനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോസ്റ്റിംഗ് ചെയ്യുന്നതിനാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ കോസ്റ്റിംഗ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്, പക്ഷേ ഇൻഡസ്ട്രി വ്യത്യാസം ഉണ്ടാവും. നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റിങ്ങിനെ കുറിച്ചാണ് ഇതുവരെ സംസാരിച്ചത്. സർവീസ് ഇൻഡസ്ട്രി ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷന്, ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ, ഇലക്ട്രിസിറ്റി കമ്പനി, ഇതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യണം? അവരെ കോസ്റ്റ് എത്രയെന്ന് അറിയേണ്ടതുണ്ട്. സർവീസ് ഇൻഡസ്ട്രീസിന് അവരെ കോസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് കോസ്റ്റിംഗ് ചെയ്യുന്നതിനാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്നും ഇതിന് പറയാൻ പറ്റും. അപ്പോൾ എന്താണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? അതായത് നമ്മളൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. ഒരു കിലോമീറ്ററിന് എത്ര ചാർജ് ചെയ്യണം? നമ്മളൊരു ട്രക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയാണ്. ഒരു ട്രക്ക് നമ്മൾ റെൻറ്റിന് കൊടുത്താൽ നമ്മൾ എത്ര ഒരു കിലോമീറ്ററിന് ചാർജ് ചെയ്യണം? അതറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം എന്തറിയണം? നമ്മൾ ഒരു കിലോമീറ്റർ ട്രക്ക് ഓടാനുള്ള നമ്മളെ കോസ്റ്റ് എത്രയെന്ന് അറിയണം. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മളൊരു കിലോ വാട്ടിന് എത്ര കസ്റ്റമറെ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യണമെന്ന് അറിയണം. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്തറിയണം? നമുക്കൊരു കിലോ വാട്ട് പ്രൊഡ്യൂസ് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള ചിലവ് എത്രയെന്ന് അറിയണം. അതുപോലെ ഇതുപോലത്തെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസ് അവരെ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. സർവീസ് കോസ്റ്റിംഗ് തന്നെ ടോട്ടൽ കോസ്റ്റ് എന്തായാലും ഫിക്സ്ഡ് കോസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ടാവും, സെമി വേരിയബിൾ ആൻഡ് വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ഡിസ്കസ് ചെയ്തതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി ആകുമ്പോൾ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെ ആയിരിക്കും? ഡ്രൈവർ സാലറി, കണ്ടക്ടർ സാലറി, പിന്നെ ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറി, ബിൽഡിങ്ങിൻ്റെ റെൻറ്റ്, നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ലൈസൻസ്, ടാക്സസ്, ഇതൊക്കെ എന്താണ്? നമ്മളെ ഫിക്സ്ഡ് കോസ്റ്റാണ്. നമ്മൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കമ്പനി റൺ ചെയ്താലും, നമ്മൾ കൂടുതൽ റൺ ചെയ്താലും കുറച്ച് റൺ ചെയ്താലും, ട്രാൻസ്പോർട്ടേഷൻ സർവീസ് നമ്മൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്താലും കുറച്ച് പ്രൊവൈഡ് ചെയ്താലും ആ കോസ്റ്റ് അവിടെ ഫിക്സ്ഡ് ആയിട്ടുണ്ടാവും, അതവിടെ സ്ഥിരമായിട്ടുണ്ടാവും. അതിനാണ് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറയാം. ഇനി വേരിയബിൾ ആൻഡ് സെമി വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണ്? നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീൻ്റെ കേസിൽ ഫ്യൂവൽ വേരിയബിൾ കോസ്റ്റാണ്. അതുപോലെ തന്നെ മെയിൻ്റനൻസ് വേരിയബിൾ കോസ്റ്റാണ്. പെട്രോൾ, ഡീസൽ, ലൂബ്രിക്കേറ്റിംഗ്, പെയിൻറ്റിങ്, സർവീസിങ്, ഡിപ്രീസിയേഷൻ, ഇതൊക്കെ എന്താണ്? വേരിയബിൾ കോസ്റ്റാണ്. നമ്മൾ എത്രത്തോളം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്രത്തോളം നമ്മൾ ആ വെഹിക്കിൾ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് ഈ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ കുറച്ചാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറവായിരിക്കും വരിക. നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കോസ്റ്റ് വരും. അപ്പോൾ തന്നെ സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ്? നമ്മൾ ഒരു റേഞ്ച് വരെ അത് ഫിക്സ്ഡും അതിനുശേഷം വേരിയബിൾ ആകുന്ന കോസ്റ്റിനാണ് സെമി വേരിയബിൾ കോസ്റ്റ് പറയാം. നമുക്ക് എന്താ പറയാൻ പറ്റും? നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല്, നമ്മൾ ഓഫീസിൻ്റെ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്കൊരു സ്ലാബ് വരെ ഫിക്സ്ഡ് ആയിരിക്കും. അതിനുശേഷം അതിൽ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കൂടുതൽ വേരിയബിൾ ആയിട്ട് വരും. അപ്പോൾ ഇതുപോലത്തെ കോസ്റ്റിനാണ് സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് പറയാം. ഇനി സർവീസ് കോസ്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയെന്ന് നോക്കാം. അതായത് എന്താണ്? യുണീക്ക് സർവീസ് ആയിരിക്കും. അതായത് ഒരു യുണീക്ക് സർവീസ് അതിൻ്റെ കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഡിപ്പാർട്ട്മെൻറ്റിനോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മളവിടെ സർവീസ് കോസ്റ്റിംഗ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്. സർവീസ് ഇൻഡസ്ട്രീസിൽ നോർമലി കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും. നമ്മൾ അസറ്റൊക്കെ ലാർജ്ലി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫിക്സ്ഡ് അസറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ റെയിൽവേൻ്റെ ഒക്കെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അതെല്ലാം ഫിക്സ്ഡ് അസറ്റിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. പിന്നെ ലെസ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിരിക്കും. അതായത് ഒരു മാനുഫാക്ചറിങ് എൻറ്റിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് ഇൻഡസ്ട്രീസിന് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവായിരിക്കും. കാരണം എന്താണ്? അവിടെ കൂടുതൽ റോ മെറ്റീരിയൽ പർച്ചേസ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ്. അതുകൊണ്ട് തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറവായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓപ്പറേറ്റിംഗ് കോസ്റ്റസ് നമുക്ക് ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അതുപോലെ തന്നെ സെമി വേരിയബിൾ കോസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇനി സർവീസ് കോസ്റ്റിംഗ് എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് നോക്കാം. അതിൻ്റെ സ്കോപ്പ് എവിടെയൊക്കെയെന്ന് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസ്, ഗ്യാസ് ആൻഡ് വാട്ടർ വർക്ക്സ്, ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനീസ്, ഹോസ്പിറ്റൽസ്, സിനിമാസ്, സ്കൂൾസ്, ഇതൊക്കെ ഈ ഇൻഡസ്ട്രീസിലൊക്കെ എന്താണ് സർവീസ് കോസ്റ്റിംഗ് ആണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്പോർട്ടേഷൻ കമ്പനീൻ്റെ ട്രാൻസ്പോർട്ട് സർവീസ് കോസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോസ്റ്റ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് വേരിയസ് സോഴ്സിൽ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യേണ്ടി വരും. അതെന്താണ്, ഒന്ന് ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെയാണ്, മെയിൻ്റനൻസ് ചാർജസ് എന്തൊക്കെ വന്നിട്ടുള്ളത്, ഓപ്പറേറ്റിംഗ് റണ്ണിങ് ചാർജസ് എന്തൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇത് ആദ്യം നമ്മൾ കോസ്റ്റിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് സർവീസ് കോസ്റ്റിങ്ങിൽ അല്ലെങ്കിൽ നമ്മളെ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീസിൻ്റെ കോസ്റ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ കോസ്റ്റിൻ്റെ ഡാറ്റ നമ്മൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് കളക്ട് ചെയ്യണം. എന്തൊക്കെയാണ് ആ സോഴ്സുകൾ? ഒന്നാമത്തെ ലോഗ് ബുക്ക് പറഞ്ഞാൽ എന്താണ്, അതായത് ഓരോ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്ന ബുക്കിനെയാണ് ലോഗ് ബുക്ക് എന്ന് പറയാം. അതായത് നമ്മളൊരു വെഹിക്കിള് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തു, അപ്പോൾ അതെന്താണ് ആ ലോഗ് ബുക്കിൽ അത് എഴുതി വെക്കും. അതിൻ്റെ എന്തായാലും വെഹിക്കിൾ രജിസ്ട്രേഷൻ നമ്പർ, ഡേറ്റ് ഓഫ് പർച്ചേസ്, പ്രൈസ്, കപ്പാസിറ്റി, ഇൻഷുറൻസ്, ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ ലോഗ് ബുക്കിൽ എഴുതി വെക്കും. പിന്നെ എന്ത് ചെയ്യും, ഈ ലോഗ് ബുക്ക് നമ്മൾ ഓരോ വെഹിക്കിളിന് അലോക്കേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ആ വെഹിക്കിൾ എങ്ങോട്ടൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ഒക്കെ എന്ത് ചെയ്യും, അതിൽ എൻ്റർ ചെയ്ത് വെക്കും. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് വെച്ചാൽ നമുക്ക് എന്തറിയാൻ പറ്റും, അതിൽ നിന്നുള്ള എത്ര എക്സ്പെൻസ് വന്നിട്ടുണ്ട്, എത്ര ട്രിപ്പ് നമ്മൾ റൺ ചെയ്തിട്ടുണ്ട്, എത്ര കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്, പെട്രോൾ എത്ര, ഡീസൽ കൺസംഷൻ, ഓയിൽ കൺസംഷൻ, ഗ്യാസ് കൺസംഷൻ, ഇതുപോലത്തെ എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യും ഈ ലോഗ് ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ലോഗ് ബുക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഒരുപാട് കോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ്, എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ള ഡാറ്റ നമുക്കറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ ഓരോ വെഹിക്കിളിനും അല്ലെങ്കിൽ ഓരോ വെഹിക്കിളിനും യൂണിറ്റിനും എത്ര കോസ്റ്റ് വന്നിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കുന്നതിനാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയാം. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ നമ്മൾ വെഹിക്കിൾ നമ്പർ, എത്ര കപ്പാസിറ്റി ചെയ്തു, ഏത് പീരീഡ് തൊട്ട് ഏത് പീരീഡ് വരെ, എത്ര ഡീറ്റെയിൽസ് അതിൽ നോട്ട് ചെയ്ത് വെച്ചു. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയ്ക്ക് വന്നിട്ടുണ്ട്, അതായത് റെൻറ്റ് എത്ര വന്നിട്ടുണ്ട്, ഗ്യാരേജ് റെൻറ്റ്, ഇൻഷുറൻസ് ചാർജ്, ടാക്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഡിപ്രിസിയേഷൻ, റോഡ് ടാക്സ്, അഡ്മിനിസ്ട്രേഷൻ, ഇതൊക്കെ നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ വെഹിക്കിളിനെ അഗേൻസ്റ്റ് എന്ത് ചെയ്യും, അത് നമ്മൾ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയ്ക്ക് എന്നുള്ളത് നമ്മൾ എൻ്റർ ചെയ്ത് വെച്ചു. ഇനി മെയിൻ്റനൻസ് ചാർജസ്, റിപ്പയേഴ്സ്, ഓവർഹോളിങ്, പെയിൻറ്റിങ്, ടയേഴ്സ്, സർവീസിങ്, ക്ലീനിങ്, ഗ്യാരേജ് സ്റ്റാഫ്, ഇതൊക്കെ മെയിൻ്റനൻസ് എക്സ്പെൻസ് ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഓരോ വെഹിക്കിളിന് എത്ര വന്നിട്ടുണ്ടെന്ന് നമ്മളത് ലോ ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ചു. ഇനി ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, പെട്രോൾ, ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ്, ഗ്രീസ്, ഓപ്പറേറ്റേഴ്സിൻ്റെ വേജസ്, മെക്കാനിക്ക്, ക്ലീനർ, ഇതൊക്കെ എന്താണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്തു, ഇതും കൂടെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റസ് എത്ര വന്നിട്ടുണ്ടെന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്തു നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതുവഴി നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര എന്നുള്ളത് നമുക്ക് എന്ത് ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എത്ര എന്നുള്ളത് കിട്ടും. ഈ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിന് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനീൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ എത്ര കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓടിയിട്ടുണ്ട്, അതിന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ഓടാനുള്ള നമ്മളെ എക്സ്പെൻസ് എത്ര എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ എത്ര ഡേയ്സ് മെയിൻറ്റെയിൻ ചെയ്തു, എത്ര ഡേയ്സ് ഓപ്പറേറ്റ് ചെയ്തു, എത്ര ഡേയ്സ് ഐഡിലായിട്ടിട്ടു, എത്ര അവേഴ്സ് ടോട്ടൽ ഓപ്പറേറ്റ് ചെയ്തു, എത്ര കിലോമീറ്റർ കവർ ചെയ്തു, എത്ര ട്രിപ്പ് ഓടി, അതുപോലെ തന്നെ എത്ര കിലോമീറ്റർ റൺ ചെയ്തു, ഇതൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഈ ലോഗ് ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ലോഗ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു ട്രിപ്പിൻ്റെ കോസ്റ്റ് എത്രയാണ് അല്ലെങ്കിൽ 1 കിലോമീറ്റർ നമ്മൾ വെഹിക്കിൾ റൺ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, ഇതുപോലത്തെ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിൻ്റെ എന്ത് ചെയ്യും ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ്, ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ഇവിടെ ടോട്ടൽ കിലോമീറ്റേഴ്സ് കവേർഡ് നമുക്ക് എന്ത് ചെയ്യും ഈ എക്സാമ്പിൾ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ബസ്സസ് ഇൻറ്റു നമ്പർ ഓഫ് ഡേയ്സ് ഇൻറ്റു
നമ്പർ ഓഫ് ട്രിപ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് പെർ ട്രിപ്പ് നമ്മൾ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്ക് ടോട്ടൽ എത്ര കിലോമീറ്റർ കവർ ചെയ്തു എന്നുള്ളത് കിട്ടും. അപ്പോൾ ഈ ഒരു കേസിൽ എ എന്നുള്ളൊരു ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു കമ്പനീൻ്റെയാണ് നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ നമുക്ക് നോക്കാൻ പറ്റും നമ്പർ ഓഫ് ബസ്സസ് 4, നമ്പർ ഓഫ് ഡേ ഓപ്പറേറ്റഡ് 30, അതായത് ട്രിപ്പ് മേഡ് 4 ട്രിപ്പ് മേഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്തു, അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും, ടോട്ടൽ 28,800 കിലോമീറ്ററാണ് കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എത്ര പാസഞ്ചേഴ്സ് കവേർഡ് ചെയ്തിട്ടുണ്ട്, ഈ 28,800 ഇൻറ്റു 60 പാസഞ്ചേഴ്സ് ആണ് എന്ത് ചെയ്യും ബസ്സിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ 80% നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. 80% ആകുമ്പോൾ ഈ ഒരു കേസിൽ 13,82,400 പാസഞ്ചേഴ്സ് കിലോമീറ്റർ ടോട്ടൽ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബസ്സിൻ്റെയും ഈ ബി എന്നുള്ള കമ്പനീൻ്റെയും നമ്മൾ ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്തു. നമുക്ക് 25,000 കിലോമീറ്ററാണ് ടോട്ടൽ കവർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ പാസഞ്ചേഴ്സ് കിലോമീറ്ററും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇതേപോലെ തന്നെ 25,000 ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു, ഈ 50 പാസഞ്ചേഴ്സാണ്, അതിൻ്റെ 90% കപ്പാസിറ്റിയിൽ അത് റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 11,25,000 പാസഞ്ചർ കിലോമീറ്ററാണ് ബി എന്നുള്ള ബസ് അല്ലെങ്കിൽ ബി എന്നുള്ള കമ്പനി കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മെട്രിക്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര ടോട്ടൽ കിലോമീറ്റർ കവർ ചെയ്തു, എത്ര ടോട്ടൽ പാസഞ്ചേഴ്സ് കിലോമീറ്റർ കവർ ചെയ്തു എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെയിം അതുപോലത്തെ മറ്റൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു കോംപ്രിഹെൻസീവ് ഇല്ലുസ്ട്രേഷൻ, അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഇത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കോസ്റ്റ് ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് ഫിക്സ്ഡ് ചാർജസിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഫിക്സ്ഡ് ചാർജസ് അതുപോലെ വേരിയബിൾ എക്സ്പെൻസിൻ്റെ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്മൾ ടോട്ടൽ എത്ര പാസഞ്ചർ കിലോമീറ്റർ ഡിവൈഡ് ചെയ്ത് എന്ത് പറ്റും, ഒരു പാസഞ്ചർ ഒരു കിലോമീറ്റർ റൺ ചെയ്യാൻ വേണ്ടി നമുക്ക് വരുന്ന എത്ര എക്സ്പെൻസ് എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് എന്താ പറയാൻ പറ്റും, ഒരു പാസഞ്ചറെ കയ്യിൽ നിന്ന് 1 കിലോമീറ്റർ റൺ ചെയ്യാൻ നമ്മൾ എത്ര ചാർജ് ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു കാൽക്കുലേഷൻ വഴി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്ത് ചെയ്യുക, അടുത്തൊരു എക്സാമ്പിളാണ് ഇത്, നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സർവീസ് കോസ്റ്റിംഗ് എന്നുള്ള ഭാഗം സമ്മപ്പ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സർവീസ് കോസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. എന്തായാലും സർവീസ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന് പറയും. ഒരു സർവീസ് ഇൻഡസ്ട്രീസിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. സർവീസ് കോസ്റ്റിംഗ് ചെയ്യുന്ന കുറച്ച് ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണ്, ഇലക്ട്രിസിറ്റി ഇൻഡസ്ട്രി, ഹോട്ടൽ, സ്കൂള്, ഇൻഷുറൻസ്, ബാങ്കിങ്, ഇതൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്കൊരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡിനാണ് സർവീസ് കോസ്റ്റിംഗ് എന്ന് പറയാം. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ്റെ നമ്മൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു. ട്രാൻസ്പോർട്ടേഷൻ്റെ നമ്മൾ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ബേസിക് റെക്കോർഡ് എന്താണ്, ലോഗ് ബുക്കാണ്. ലോഗ് ബുക്ക് എന്ന് പറയുമ്പോൾ ഓരോ വെഹിക്കിളിൻ്റെയും കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, എത്ര കിലോമീറ്റർ റൺ ചെയ്തു, എത്ര പാസഞ്ചേഴ്സിനെ കവർ ചെയ്തു, എത്ര ടോട്ടൽ കോസ്റ്റ് വന്നു, ഫിക്സ്ഡ് എത്ര വന്നു, വേരിയബിൾ എത്ര വന്നു, ഓപ്പറേറ്റിംഗ് കോസ്റ്റുകൾ എത്ര വന്നു, ഇതെല്ലാം നമ്മൾ ലോഗ് ബുക്കിൽ റെക്കോർഡ് ചെയ്യും. ഈ ലോഗ് ബുക്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ 1 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, ഒരു പാസഞ്ചർക്ക് നമുക്ക് വരുന്ന കോസ്റ്റ് എത്രയാണ്, ഇതുപോലത്തെ കുറേ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ ഓരോ പാസഞ്ചർ കയ്യിൽ നിന്ന് നമ്മൾ 1 കിലോമീറ്ററിന് എത്ര ചാർജ് ചെയ്യണം, അതുപോലെ തന്നെ നമ്മൾ 1 കിലോമീറ്ററിന് നമ്മൾക്ക് റൺ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, നമ്മൾ എത്ര കോസ്റ്റ് പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ കസ്റ്റമർ കയ്യിൽ നിന്ന് ചാർജ് ചെയ്യണം, ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ലോഗ് ബുക്ക് വഴി നമുക്ക് കോസ്റ്റിംഗ് ചെയ്താൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ടോട്ടൽ കിലോമീറ്റർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, എത്ര വെഹിക്കിൾ ഇൻറ്റു എത്ര ഡേയ്സ് ഇൻറ്റു
എത്ര ട്രിപ്പ് ഇൻറ്റു ഓരോ ട്രിപ്പിൻ്റെയും കിലോമീറ്റർ ഡിസ്റ്റൻസ് എത്രയാണ്. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ടോട്ടൽ എത്ര കിലോമീറ്റർ കവർ ചെയ്തു എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പാസഞ്ചർ പെർ കിലോമീറ്റർ, ഇതെന്താണ് നമ്മൾ ടോട്ടൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബസ്സാണ് റൺ ചെയ്യുന്നത്, നമ്മൾ എന്ത് ചെയ്തു, ടോട്ടൽ വെഹിക്കിൾ നമുക്ക് 2 വെഹിക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 30 ഡേയ്സ് റൺ ചെയ്യുന്നുണ്ട്, ദിവസം 10 ട്രിപ്പ് ചെയ്യുന്നുണ്ട്, ഓരോ ട്രിപ്പിലും നമ്മൾ എന്ത് ചെയ്യും 100 കിലോമീറ്റർ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ചെയ്താൽ പറ്റും നമുക്ക് ടോട്ടൽ എത്ര കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു മാസത്തിൽ. ഇനി എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമ്മൾ പാസഞ്ചറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ ബസ്സിൽ ഒരുപാട് പാസഞ്ചേഴ്സ് ട്രാവൽ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഒരു പാസഞ്ചർക്ക് 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട് ചിലപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എങ്കിലും നമ്മൾ എന്ത് ചെയ്യും, ബസ്സിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ പാസഞ്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് ചാർജ് വാങ്ങുക. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ 1 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ ഓരോ പാസഞ്ചേഴ്സിനും എത്ര ചിലവ് വരും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ പാസഞ്ചർ കപ്പാസിറ്റി എത്രയാണ്, നമുക്ക് 50 പേരുള്ള കപ്പാസിറ്റി ഉണ്ട്, ഇൻറ്റു നമ്മൾ 80% കപ്പാസിറ്റിയാണ് എപ്പോഴും ഫില്ല് ചെയ്യുന്നത്. ഇതും കൂടെ ചെയ്താൽ എന്താ പറയാൻ പറ്റും, ടോട്ടൽ എത്ര പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ കവർ ചെയ്തു എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ ടോട്ടൽ പാസഞ്ചർ കിലോമീറ്റർ നമ്മൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാസഞ്ചർക്ക് 1 കിലോമീറ്റർ റൺ ചെയ്യാൻ എത്ര എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 കിലോമീറ്ററിനുള്ള ചാർജ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ കുറച്ച് ഫിക്സ്ഡ് കോസ്റ്റ് ഉണ്ട്, സെമി വേരിയബിൾ കോസ്റ്റ് ഉണ്ട്, വേരിയബിൾ കോസ്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് കോസ്റ്റ് എന്തൊക്കെയായിരുന്നു, ഇൻഷുറൻസ്, ഡ്രൈവറെ സാലറി, മറ്റ് ഡിപ്രീസിയേഷൻ, ഇതൊക്കെ ഫിക്സ്ഡ് കോസ്റ്റാണ്. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് ചാർജസ് എന്തൊക്കെയാണ്, ഡിപ്രീസിയേഷൻ, റിപ്പേഴ്സ്, പെട്രോള്, കമ്മീഷൻ, ബാറ്ററി, ഇതൊക്കെ എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ കീ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കുറച്ച് കീവേഡ്സ് നോക്കാം. ഒന്നാമത്തെ എന്തായിരുന്നു, പബ്ലിക് യൂട്ടിലിറ്റി. പബ്ലിക് യൂട്ടിലിറ്റി പറഞ്ഞാൽ ഇറ്റ്സ് മീൻ അണ്ടർടേക്കിംഗ് പ്രൊവൈഡിങ് സർവീസ്. അതായത് നമ്മൾ പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പബ്ലിക് യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് വാട്ടർ സർവീസ്, ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ എന്താണ്, പബ്ലിക് യൂട്ടിലിറ്റിയാണ്. പിന്നെന്താണ് ലോഗ് ബുക്ക് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാൻസ്പോർട്ടേഷൻ ഇൻഡസ്ട്രിയിലെ ഒരു വെഹിക്കിളിൽ നമ്മൾ കീപ്പ് ചെയ്യുന്ന ബുക്കിനാണ് ലോഗ് ബുക്ക് എന്ന് പറയാം. ആ ലോഗ് ബുക്കിൽ എന്ത് ചെയ്യും, ആ വെഹിക്കിളിൻ്റെ കംപ്ലീറ്റ് കോസ്റ്റ് ഡീറ്റെയിൽസും അതിൻ്റെ എത്ര കിലോമീറ്റർ റൺ ചെയ്തു എന്നുള്ള മറ്റ് ഓപ്പറേറ്റിംഗ് ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യും ആ ലോഗ് ബുക്കിലുണ്ടായിരിക്കും. ആ ലോഗ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ കോസ്റ്റ്, 1 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, ഒരു പാസഞ്ചർ 1 കിലോമീറ്റർ റൺ ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്, ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്, ഇറ്റ് ഷോ ടോട്ടൽ ഫിക്സ്ഡ് ചാർജസ് ആൻഡ് റണ്ണിങ് ചാർജസ് ആൻഡ് കോസ്റ്റ് പെർ പാസഞ്ചർ പെർ ടൺ. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ഫിക്സ്ഡ് ചാർജ് എത്രയാണ്, അതുപോലെ തന്നെ നമ്മൾ എന്താ റണ്ണിങ് ചാർജസ് എത്രയാണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ചാർജസ് എത്ര എന്നുള്ളതും, കോസ്റ്റ് പെർ പാസഞ്ചർ, ഒരു പാസഞ്ചർക്കുള്ള കോസ്റ്റ് എത്രയാണ് അല്ലെങ്കിൽ ഒരു ടണ്ണിലുള്ള കോസ്റ്റ് എത്രയാണ്, അതായത് വേറെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ 1 ടണ്ണിലുള്ള കോസ്റ്റ് എത്രയാണ്, ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റിൽ ഉണ്ടായിരിക്കും. ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.